നാരായണിയുടെ മൂന്ന് ആൺമക്കൾ എന്ന പടത്തിന്റെ പ്രൊമോഷന് വന്നിരിക്കുന്ന സമയത്താണ് അലൻസിയർ ഈ കാര്യം വെളിപ്പെടുത്തിയത്. ഈ അടുത്തിറങ്ങിയ രജനീകാന്തും അമിതാഭ് ബച്ചനും ഒരുമിച്ച് അഭിനയിച്ച വേട്ടയൻ എന്ന പടത്തില് അലൻസിയറിന് ഒരു ദിവസത്തേക്ക് അവർ അഭിനയിക്കാൻ വിളിച്ചു, അതും ജഡ്ജിയായിട്ട്. അപ്പൊ അലൻസിയർ പറയുന്നത് ഇവർ രണ്ടുപേരും ഒന്നിച്ച് അഭിനയിക്കുന്നത് കാണാനുള്ള കൊതി കൊണ്ടാണ് ഈ സിനിമയിൽ ഒരു ദിവസത്തെ വേഷമായാലും ചെന്ന് അഭിനയിക്കാൻ ചെന്നിരുന്നത്. എന്നാൽ ഈ പടത്തിന് അഭിനയിക്കാൻ പോയിട്ട് അലൻസിയറിന് ഒരു നയാ പൈസ കൊടുത്തില്ല എന്നാണ് അലൻസിയർ പറയുന്നത്. എന്നാൽ അവർ നല്ല അക്കോമഡേഷനും ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തു, റെമ്യൂണറേഷൻ ആയിട്ടൊന്നും കൊടുത്തില്ല എന്നാണ് അലൻസിയർ ആ ഇൻ്റർവ്യൂവിൽ പ്രൊമോഷനിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവർ അഭിനയം കാണാൻ കൊതിച്ചിരുന്ന അലൻസിയർ രജനീകാന്തിൻ്റെ അഭിനയം കണ്ട് രജനീകാന്ത് ബോഡികൾ കൊണ്ട് അഭിനയിച്ച് സ്റ്റൈലിഷായിട്ട് അഭിനയിച്ചിട്ട് രജനീകാന്ത് ആ കോട്ടയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സീനാണ്. പിന്നെ അടുത്തത് അഭിനയിക്കാൻ വരുന്നത് അമിതാഭ് ബച്ചനാണ്. ആ അഭിനയം കാത്തിരിക്കുന്ന സമയത്ത് അമിതാഭ് ബച്ചൻ്റെ ഒരു ശബ്ദം, ഒരു ഗാംഭീര്യമുള്ള ശബ്ദം കേട്ടിട്ട് ജഡ്ജി ഞെട്ടിയെന്നാണ് അലൻസിയർ പറയുന്നത്. അതോടുകൂടി അലൻസിയറിന് മനസ്സിലായി ഇവരെ കൂടെ അഭിനയിക്കാൻ പറ്റിയ ആളല്ല ഞാനിവിടെ ഈ നാട്ടിൽ ദിലീഷ് പോത്തൻ്റെ ഒപ്പവും മഹേഷ് നാരായണൻ്റെ ഒപ്പവും ഇവരെ കൂടെ ഒക്കെ അഭിനയിക്കാൻ പറ്റിയ ആളാണ്. പിന്നെ അലൻസിയർ പറയുന്നത് ഇവരെ അഭിനയം കണ്ടിരുന്നപ്പോൾ ആൾക്ക് മനസ്സിലായി ഇവർക്ക് അഭിനയിക്കാൻ അറിയില്ല.